നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ അരി റേഷൻ കടകളിൽ നിന്ന് ഓസിന് വാങ്ങിക്കൊണ്ടിരുന്നവർ അറിഞ്ഞില്ല ആധാർ ചതിക്കുമെന്ന്. സംസ്ഥാനത്തെ മുൻഗണന റേഷൻ കാർഡ് ഉടമകളിൽ 85,000-ഓളം പേർ അനധികൃതമായി സൗജന്യ റേഷൻ വാങ്ങിയതായി കേന്ദ്ര ഭക്ഷ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. റേഷൻ കാർഡ് വിവരങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ചതാണ് ഇത്തരക്കാരെ തിരിച്ചറിയാൻ സഹായിച്ചത്. ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ബാങ്ക് അക്കൗണ്ടുകൾ നോക്കി സത്യാവസ്ഥ ബോധ്യമായി സൗജന്യമായി വാങ്ങിയ ധാന്യത്തിൻ്റെ വിപണി വില പിഴയായി ഈടാക്കാനാണ് നീക്കം. അതിനുള്ള നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചു തുടങ്ങി. 15,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പിഴയായി ഈടാക്കേണ്ടി വരും. ഈ തുകയിൽ കുറവ് വരുത്തി രക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമം. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടവർ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കാർഡ് സ്വയം സറണ്ടർ ചെയ്യണമെന്നാണ് നിയമം. അങ്ങനെ ചെയ്യാത്തവരെയാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഒറ്റത്തവണ തീർപ്പാക്കൽ തുടങ്ങാൻ സംസ്ഥാന സർക്കാർ പ്രയത്നം ആരംഭിച്ചിരിക്കുന്നു. പിഴ നോട്ടീസ് ലഭിച്ചവർ കൂട്ടത്തോടെ പരാതിയുമായി എത്തിയതോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ യജ്ഞം നടത്താനാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പിൻ്റെ നീക്കം. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടുണ്ട് അവർ ഇക്കാര്യത്തിൽ. 25,000 രൂപയ്ക്ക് മുകളിൽ 1,00,000 രൂപ വരെ അടയ്ക്കേണ്ടവരുടെ പിഴത്തുക 25,000 നിജപ്പെടുത്താനാണ് തീരുമാനം. ചെറിയ തുകയുള്ളവർ അതടച്ചാൽ മതിയാകും. അർഹത നഷ്ടപ്പെടുന്നത് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ കൂടുതലാകുമ്പോൾ ബാങ്കിലെ ആധാർ പാൻ കാർഡ് ലിങ്ക് വഴി ഇത് അറിയാനാകും. കാർഡ് ഉള്ളപ്പോൾ വീട് 1000 ചതുരശ്ര അടിക്ക് താഴെയാകും. വലിയ വീട് സ്വന്തമാക്കുമ്പോൾ അർഹത നഷ്ടപ്പെടും. അതുപോലെ കാർഡിൽ പേരുള്ള ആരെങ്കിലും പുതിയ കാർ വാങ്ങുമ്പോൾ ഈ അർഹത നഷ്ടപ്പെടും. ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുടെ ഉടമസ്ഥരാകുമ്പോഴും ഈ മുൻഗണനാ പട്ടികയിൽ നിന്ന് അവർ സ്വയമേവ പുറത്താകും എന്നുള്ളതാണ്. എന്തായാലും ഒരു വലിയ തട്ടിപ്പ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു. കേരളത്തിന്, പ്രബുദ്ധ കേരളത്തിന് നാഴികയ്ക്ക് 40 വട്ടം നമ്പർ 1 കേരളം, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ അഭിമാനം കൊള്ളുന്ന മലയാളിക്ക് നാണിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ഭക്ഷ്യവകുപ്പ് കൃത്യമായി അന്വേഷിച്ച് ഇതെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. അതായത് ആനുകൂല്യങ്ങൾ അർഹതയുള്ള കൈകളിലേക്ക് മാത്രമേ ചെല്ലാവൂ എന്ന നിർബന്ധം കേന്ദ്ര സർക്കാരിനുണ്ട്. നമുക്കറിയാം, പണ്ട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമ്മൾ 100 രൂപ ഒരു പാവപ്പെട്ട ആളിന് കൊടുക്കുമ്പോൾ, കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോൾ അതിൽ 16 രൂപ മാത്രമേ ആ ആളിൻ്റെ കൈവശം എത്തുള്ളൂ. ബാക്കി ഏതാണ്ട് 84 രൂപയും ഈ ഇടനില നിൽക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് പണം അനുവദിക്കുന്നത് മുതൽ ഇങ്ങ് ഇത് ലഭിക്കുന്ന ആ അർഹതപ്പെട്ട ആളിൻ്റെ കൈകളിൽ എത്തുന്നതിനിടയ്ക്ക് 84 രൂപ നഷ്ടപ്പെടുന്നു, അടിച്ചു മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ്. എന്നാൽ ഇതെല്ലാം ഒഴിവാക്കി ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട കൈകളിലേക്ക് നേരിട്ടെത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം. നേരത്തെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും ചില നീക്കങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. പക്ഷേ അതൊന്നും വിജയിച്ചില്ല. അത് വിജയിപ്പിക്കാൻ അദ്ദേഹത്തിനൊപ്പമുള്ളവർ അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. എന്തായാലും നരേന്ദ്രമോദിക്ക് ഇച്ഛാശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ആനുകൂല്യങ്ങളെല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിക്കുന്ന പരിപാടി തുടങ്ങി. ഇപ്പോഴിതാ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ റേഷൻ കടകൾ വഴി ഭക്ഷ്യധാന്യങ്ങൾ മുൻഗണനാ ക്രമത്തിൽപ്പെട്ടവർക്ക് സൗജന്യമായി ലഭിക്കുന്ന പദ്ധതി ഇത് വളരെ നേരത്തെ ഉള്ളതാണ്. അത് വാജ്പേയി സർക്കാർ 1998 മുതൽ 2004 വരെ ഇന്ത്യ ഭരിച്ച വാജ്പേയി സർക്കാരാണ് ഈ അന്ത്യയോജന അന്യയോജന പദ്ധതി കൊണ്ടുവന്നത്. അന്ന് തൊട്ട് ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷ്യധാന്യം വളരെ വില കുറച്ച് കിട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് അദ്ദേഹമാണ്. കുറേയൊക്കെ സൗജന്യമായിട്ടും കിട്ടും. ആ കിട്ടുന്നതിനകത്താണ് ഈ വലിയ തട്ടിപ്പുകൾ നടക്കുന്നത്. അതായത് അർഹതയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് മുന്നേറി സാമ്പത്തികമായി നല്ല ഒരു നിലയിലെത്തിയ ശേഷവും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ധാരാളം ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ.
അതിനെതിരെയാണ് ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. സത്യത്തിൽ അത് വലിയ നാണക്കേടാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. കേരള സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കേന്ദ്രവുമായിട്ട് സംസാരിച്ച് ഇക്കാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ പിഴ അടയ്ക്കേണ്ടവർ പിഴ അടയ്ക്കേണ്ടി വരും. അത് എത്ര രൂപ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അർഹതപ്പെട്ടവർ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുമ്പോൾ ഓസിന് അത് അടിക്കാൻ ശ്രമിക്കുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ല എന്ന് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ.